ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ടോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇതാ ഇന്ന് പെരുന്നാൾ ദിവസമാണ് കേട്ടോ. അന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതാ നമ്മൾ വേഗം തന്നെ പായസം വെക്കുകയാണ് കേട്ടോ. ഇന്ന് സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ സേമിയ പായസം മാത്രമല്ല, പിന്നെ ഒരു വെറൈറ്റി മാംഗോ പായസം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സേമിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് പെരുന്നാളിന് പള്ളിയിൽ പോകണം കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞാൻ 4 പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. വലിയ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ ഗസ്റ്റ് ഒന്നും വരാറില്ല കേട്ടോ. എല്ലാവരും അറവിൻ്റെ ആ ഒരു ഇതൊക്കെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആരും അങ്ങനെ വരാറില്ല. ചെറിയ പെരുന്നാളിന് വരും കേട്ടോ, കുറേ ആൾക്കാർ വരാറുണ്ട്. അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ തലേ ദിവസം നോമ്പുണ്ടായിരുന്നല്ലോ, അപ്പോൾ അന്ന് കുറച്ച് കറി കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഇന്ന് പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പൂരി ആകുമ്പോൾ നമുക്ക് വേഗം കഴിയല്ലോ. അപ്പോൾ ഇതാ പുതിയൊരു ഓയിൽ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അത് നല്ല അത്യാവശ്യം നല്ല ബോട്ടിലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. 80 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ ഇതാ പൂരി ചൂടാനുള്ള എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പൂരിക്കുള്ള മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എണീറ്റ് ഉടനെ തന്നെ അത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആകുമല്ലോ പൂരി. അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗം വേഗം തന്നെ നമുക്ക് പ്രസ് ചെയ്യുക, അതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക പൂരി. അങ്ങനെ വേഗം വേഗം കഴിയും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ബോൾസാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് വേഗം തന്നെ ഓരോ പൂരിയും ഫ്രൈ ചെയ്തെടുക്കുക. അതിനിടയിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന പാലൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വറുത്ത സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ പൂരി കരിഞ്ഞു പോകും അല്ലേ. അങ്ങനെ എൻ്റെ 2 പൂരി കരിഞ്ഞു പോയി കേട്ടോ. നമ്മൾ ആ സേമിയ എടുത്ത് ഒഴിക്കണ ഞാൻ തീ കുറച്ച് വെക്കാൻ മറന്നു പോയി കേട്ടോ. അങ്ങനെ സേമിയ ഇതാ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. അങ്ങനെ പിന്നെ ബാക്കിയുള്ള പൂരിയും കൂടെ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ അതാ സേമിയ ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് കുറുകി വരണം. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ പൂരിയൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരിയാണ്. ഞാൻ മൈദപ്പൊടിയും ആട്ടപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇന്ന് പൂരി ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് പായസമൊക്കെ ഇതാ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അപ്പുറത്തെ സ്റ്റൗവിൽ ഞാനിതാ നമ്മുടെ സാബൂനരില്ലേ അത് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ പായസത്തിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ പായസം കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ നമുക്ക് മാംഗോ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ മാങ്ങയൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ രാവിലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പൂരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു വേഗം കുളിച്ച് ഫ്രഷ് ആയതാ പള്ളിയിലേക്ക് പോവാണേ. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. ഞാൻ സിമ്പിളായിട്ടാണ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. കോട്ടൺ ചുരിദാറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് പോവാണ്. ഇതാ മക്കളൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും ഇതാ പള്ളിയിലേക്ക് പോവാണ്. പിന്നെ പള്ളിയിലുള്ള നമസ്കാരവും കുത്തുബൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി. മോന് അനുവിന് കോൺ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. സനുമോൻക്ക് ഡയറി മിൽക്കാണ് വേണ്ടിയെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ രണ്ടാൾക്കും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സാധാ ഐസ്ക്രീമും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി.
അങ്ങനെ പിന്നെ വേഗം തന്നെ ബാക്കി ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ എൻ്റെ ഐസ്ക്രീം എടുത്തിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചെറിയ കപ്പിലുണ്ടാകുന്ന ഐസ്ക്രീം. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ കിച്ചണിലേക്ക് കയറി ബാക്കിയുള്ള പരിപാടി ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മാംഗോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ നമ്മൾ ആ കുറച്ച് സേമ്യത്തിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതാ നമ്മൾ സാബുനരി വേവിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സേമിയ പായസത്തിലേക്കും പിന്നെ കുറച്ച് മാംഗോ പായസത്തിലേക്കും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബിരിയാണിക്കുള്ള മസാലക്കുള്ളതൊക്കെ. അപ്പോൾ അത് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചത് ഇതാ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. കുക്കറിൽ ബിരിയാണി വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ബിരിയാണി അല്ല, മസാല വേഗം തന്നെ നമ്മളെ പണി കഴിയും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുക്കറിലേക്ക് നമ്മളെ വലിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുക്കുകയാണേ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് കുക്കറിൽ ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. പിന്നെ അതാ തലേ ദിവസം നമ്മൾ കോഴി പൊരിക്കാനുള്ള മസാലക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും, പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അതിൽ ഒരു തക്കാളി, വലിയുള്ളി, പിന്നെ പച്ചമുളക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിനൊക്കെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതാ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ അതാ ചിക്കനൊക്കെ നല്ലോണം ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കുകയാണേ. ഇനി ഇത് നമുക്കൊന്ന് ഒരു ബോക്സിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മളിത് ഏകദേശം കുറച്ചും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, നമ്മൾ ചിക്കന് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോറൊക്കെ കാണാൻ ഒരു സമയം ആയപ്പോഴാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതാ മാംഗോ പായസം കേട്ടോ. ഇത് നമുക്ക് ചൂടോടെയും കഴിക്കാം, തണുപ്പിച്ചിട്ടും കഴിക്കാം കേട്ടോ. എനിക്ക് തോന്നുക കുറച്ചും കൂടെ നല്ലത് തണുപ്പിച്ച് കഴിക്കാനായിരിക്കും കേട്ടോ. ഒരു പുഡിങ്ങൊക്കെ കഴിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് മാംഗോ പായസം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിച്ചു ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മളെ ലിവിങ് റൂം ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ വൈറ്റ് പോട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്ലാന്റ്സ് തിരഞ്ഞു പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ പ്ലാന്റ്സിൻ്റെ കളക്ഷനിൽ നിന്ന് ഒരു 2-3 പ്ലാന്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഡോറായിട്ട് പ്ലാന്റൊക്കെ വെക്കാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേങ്കിൽ നല്ലോണം കെയർ ചെയ്യണം, അല്ലെങ്കിൽ വേഗം തന്നെ അതിൻ്റെ ലീഫ് വാടി പോകാൻ. എൻ്റേത് പൊതുവേ ഞാൻ ഇൻഡോറായിട്ട് കൂടുതൽ അങ്ങനെ വെക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ തന്നെ സൂര്യപ്രകാശം കറക്റ്റ് കിട്ടാഞ്ഞാൽ അയല വാടി പിന്നെ വേര് ചീഞ്ഞ ഒരു പ്രശ്നം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനെ അകത്ത് വെക്കും. പിന്നെ നമ്മൾ പുറത്ത് തന്നെയാണ് കേട്ടോ, പുറത്ത് സ്റ്റാൻഡിൽ ഇതേപോലെയാണ് കേട്ടോ വെക്കാറുള്ളത്. ഇതാകുമ്പോൾ സൂര്യപ്രകാശവും കിട്ടും, അത്യാവശ്യം നല്ല ഇലകളൊക്കെ നല്ല ബ്രൈറ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ വെച്ചാൽ ചെടി വേഗം നശിച്ചു പോകുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ജസ്റ്റ് പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ വെറുതെ ഒന്ന് ലിവിങ് റൂം ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് 3-4 പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്ത് വൈറ്റ് പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ പ്ലാന്റ്സ് കാണാൻ. ഓരോ പ്ലാന്റ്സിൻ്റെ ലീഫും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വെറൈറ്റി കളറും അതുപോലെ അതിൻ്റെ ഷേപ്പൊക്കെ കാണുമ്പം തന്നെ ഈ ചെടികളോട് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അതാ ലിവിങ് റൂമിൽ ഒരു ഫേൺ ഉണ്ടായിരുന്നു, അതാണ് ആ സൈഡിൽ വെച്ചിട്ടുള്ളത്. പിന്നെ അതാ ഈ സ്റ്റെപ്പിൻ്റെ ഈ സൈഡിലേക്കായിട്ടാണ് ഞാൻ ഈ പ്ലാന്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനൊരു 2-3 ദിവസമേ ഞാൻ ഇൻഡോറായിട്ട് വെക്കുള്ളൂ കേട്ടോ. പിന്നെ വീണ്ടും തിരിച്ച് നമ്മൾ ആ സ്റ്റാൻഡിലേക്ക് തന്നെ തിരിച്ച് വെക്കും, അല്ലെങ്കിൽ ഇത് നശിച്ചു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാന്റിനോട് ഇഷ്ടമുള്ളവരൊക്കെ പ്ലാന്റ്സ് നശിച്ചു പോയൊരു സങ്കടമല്ലേ. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ മസാലയൊക്കെ കുക്കറിൽ വിസിലൊക്കെ അടിച്ചത് ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ബിരിയാണി മസാല കേട്ടോ. പിന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഗരം മസാല ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബിരിയാണി മസാല മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മസാല അവിടെ റെഡിയാക്കി വെച്ചാൽ ബീഫ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് കുക്കറിലൊരു 3-4 വിസിൽ അടുപ്പിച്ചെടുത്താൽ വേഗം തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് വേഗം ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബിരിയാണി റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് കുക്കറിൽ എത്രയാണോ അരി വേണ്ടത് അതിനനുസരിച്ച് അതും കൂടെ വിസിലടുപ്പിച്ചെടുത്താൽ നമ്മുടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി റെഡിയായി കേട്ടോ. പിന്നെ ഞാൻ അതേ സമയം തന്നെ വേഗം ചിക്കനും കൂടെ പൊരിച്ചെടുക്കുകയാണ്. നമ്മൾ പണികൾ വേഗം കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സമയം ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ അതുകൊണ്ട് വേഗം തന്നെ ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ബാക്കിയുള്ള ചിക്കനും കൂടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബീഫൊക്കെ കിട്ടി മസാലയൊക്കെ റെഡിയാക്കിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാ വീട്ടിൽ നിന്ന് എൻ്റെ ഉപ്പയും അനിയനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ എൻ്റെ ഇവിടുത്തെ ചെറിയ നാത്തോനും മോനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പായസമൊക്കെ കുടിച്ചു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ബായ്.